നാവിക ഉപരോധം ലംഘിച്ച് ഇറാനിലെ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ചരക്ക് കപ്പലിന് നേരെ മിസൈൽ തൊടുത്ത് അമേരിക്കൻ സൈന്യം. ഗാംബിയൻ പതാക വഹിച്ച ലിയാൻ സ്റ്റാർ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന കപ്പലിന്റെ എഞ്ചിൻ റൂമിലാണ് മിസൈൽ പതിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. സൈനിക നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് കപ്പലിന് 20-ലധികം തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ലംഘിക്കരുത് എന്ന നിർദ്ദേശങ്ങൾ കപ്പൽ അധികൃതർ ആവർത്തിച്ച് അവഗണിക്കുകയായിരുന്നു. മിസൈൽ ആക്രമണത്തിൽ എഞ്ചിൻ തകരാറിലായതോടെ കപ്പൽ കടലിൽ നിശ്ചലമായ അവസ്ഥയിലാണ്. കപ്പൽ നിലവിൽ ഇറാനിലേക്ക് നീങ്ങുന്നില്ലെന്നും എന്നാൽ US സൈന്യം കപ്പലിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല എന്നും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഉപരോധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഇറാനിലേക്ക് നീങ്ങിയ 6 കപ്പലുകളാണ് US സൈന്യം തടഞ്ഞത്. ഇതിനോടകം ഏകദേശം 116-ലധികം കപ്പലുകളെ മറ്റു ദിശകളിലേക്ക് വഴിതിരിച്ചു വിട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെയാണ് US ഈ കർശനമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള വെടിനിർത്തൽ കരാർ തുടരുന്നതിനിടയിലാണ് പുതിയ സൈനിക നടപടി ഉണ്ടായത്. വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. അതേസമയം കടലിൽ മൈൻ സാന്നിധ്യം സംശയിക്കുന്നതിനെ തുടർന്ന് ഹോർമൂസിലെ ഒമാൻ തീരത്തോട് ചേർന്ന ഭാഗത്ത് ജാഗ്രതാ നിർദ്ദേശം. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്കും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കും കടുത്ത ജാഗ്രത പുലർത്താൻ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. US ഇറാൻ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണി നിലവിൽ ഉയർന്ന നിലയിലാണ്. ഇറാൻ മേഖലയിൽ മൈനുകൾ നിക്ഷേപിക്കുന്നതായി US ഇന്റലിജൻസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒമാൻ തീരത്ത് ഒരു വാണിജ്യ കപ്പലിന് നേരെ സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം നിയമമായി പാസാക്കാൻ ഇറാൻ പാർലമെന്റ് നടപടി തുടങ്ങി. ഇറാൻ അമേരിക്ക ധാരണ വീണ്ടും അനിശ്ചിതത്വമായി നീളുന്നതിനിടെ അമേരിക്ക നയതന്ത്രത്തെ വഞ്ചിച്ചെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. ധാരണയിൽ എത്തും മുൻപ് ഏകപക്ഷീയമായ പ്രസ്താവനകൾ നടത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിൽ ഇറാന് അതൃപ്തി. യുറേനിയം ശേഖരം നശിപ്പിക്കുമെന്ന പ്രസ്താവനയാണ് രോഷത്തിന് കാരണം. മാന്യമായ പരിഹാരത്തിനെങ്കിൽ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ഹോർമൂസ് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ അതോറിറ്റിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തി. അതേസമയം ധാരണയിൽ ഉടൻ തീരുമാനമെന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. യുറേനിയം ശേഖരം ഇറാന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം ധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് അമേരിക്കൻ യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ പുതിയ പ്രസ്താവന. മാന്യമായ രീതിയിലാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ ധാരണകൾക്ക് ശ്രമം തുടരുന്നതിനിടെയാണ് ഹോർമൂസിൽ ഇറാൻ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയത്. സമാധാന ധാരണ ഉടനെ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ആയത്തുള്ള അലി ഖമനേയുടെ ഖബറടക്കത്തിന് ഇറാൻ നടത്തുന്ന ഒരുക്കം. എന്നാൽ മധ്യസ്ഥരായി നിൽക്കുമ്പോഴും ഇറാന് എണ്ണ കയറ്റുമതിക്കുള്ള വഴികൾ തുറന്നിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ചൈനയിലേക്ക് റെയിൽ വഴിയുള്ള എണ്ണ കയറ്റുമതി ഇറാൻ 3 ഇരട്ടിയാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.